ഹേ ഓൾ എല്ലാവർക്കും കരിയർ മേക്കറിൻ്റെ NDP-CP വൈക്കിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ. സോ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കിങ്ഡം ഓഫ് ആവധ് വാസ് ഫോർമലി അനക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ദ ഇയർ ഡാഷ് എന്നാണ് ചോദിക്കുക. ഓക്കെ, അതായത് ഏത് വർഷമാണ് ആവധ് എന്ന് പറയുന്ന കിങ്ഡം ബ്രിട്ടീഷർ അനക്സ് ചെയ്തതെന്ന് ചോദ്യം. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1856 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ ആവധിനെ അനക്സ് ചെയ്യുന്ന അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതിന് പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഓക്കെ, ബ്രിട്ടീഷുകാർ 1848 കൊണ്ടുവരുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉപയോഗിച്ചാണ് ആവധിനെ എന്ത് ചെയ്തിരിക്കുന്നത്, അനക്സ് ചെയ്തിരിക്കുന്നത്. സോ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് ഇൻ കേസ് ഒരു നാട്ടുരാജ്യത്തെ രാജാവിന് ഒരു മെയിൽ ഹയർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ പിന്നീട് അനക്സ് ചെയ്യും. അവിടെ അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രനോ ഒന്നും ഒരു അധികാരവും കാണത്തില്ല. അതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ക്ലോസും കൂടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവർ പറയുന്നൊരു കാര്യം, ഇൻ കേസ് റൂളർ മിസ്ഫിറ്റ് ആണെന്ന് കണ്ടാൽ, ഓക്കെ, അല്ലെങ്കിൽ റൂൾ ചെയ്യാൻ കേപ്പബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, അനക്സേഷൻ നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ ആവധിൻ്റെ കേസിൽ ശരിക്കും നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആവധിലെ നവാബായിട്ടുള്ള വാജീദ് അലി ഷാ എന്ന് പറയും. ഓക്കെ, വാജീദ് അലി ഷാ. സോ അദ്ദേഹത്തിനെ മാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ആരോപിച്ചിട്ടാണ്, മാൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മിസ് ഗവർണൻസ് എന്നുള്ള റീസൺ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ ഇവർ പുറത്താക്കുന്നത്. ഓക്കെ, മിസ് ഗവർണൻസ് അല്ലെങ്കിൽ മാൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള റീസൺ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തിനെ ഇവിടുന്ന് പുറത്താക്കുന്നത്. ഓക്കെ, അപ്പം 1848 എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഡോക്ടർ ഓഫ് ലാപ്സ് വരുന്നത്. ഓക്കെ, സോ ആവധിനെ അനക്സ് ചെയ്യുന്നത് 1856 സോ അതിൻ്റെ റീസൺ ചോദിച്ചാൽ വാജീദ് അലി ഷായുടെ ഭരണം മാൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, അഴിമതി നിറഞ്ഞ ഭരണമാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ പുറത്താക്കുന്നത്. ഓക്കെ, ഇനി അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ആദ്യമായിട്ട് ഡോക്ടർ ഓഫ് ലാപ്സ് പ്രകാരം ആദ്യമായിട്ട് അനക്സ് ചെയ്തിരിക്കുന്ന, ഓക്കെ, ഫസ്റ്റ് അനക്സ് ചെയ്ത സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ സത്താരയാണ്. ഓക്കെ, ആദ്യമായിട്ട് അനക്സ് ചെയ്ത സ്റ്റേറ്റ് എന്താണ്, സത്താരയാണ് ഏറ്റവും ആദ്യമായിട്ട് അനക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഈ ഡോക്ടർ ഓഫ് ലാപ്സ് മുമ്പും നമുക്ക് ഇന്ത്യക്കകത്ത് കാണുന്നുണ്ട്. ഓക്കെ, സോ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ട് വന്നത് 1848 ഉള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ കിട്ടൂർ റാണി ചിന്നമ്മ കലാപങ്ങളെ കുറിച്ച് കേട്ട് കാണും. ഓക്കെ, സോ അന്നും അവിടെ നടക്കുന്നതും ഈ ഡോക്ടർ ഓഫ് ലാപ്സിൻ്റെ മറ്റൊരു രൂപമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു 1824 കാലഘട്ടത്തിൽ നടക്കുന്ന ആ ഒരു കലാപവും ഇതിൻ്റെ ബേസിസിലാണെന്ന് പറയാം. പക്ഷേ ഇന്ത്യക്കകത്ത് 1848 മുതലാണ് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ഡോക്ടർ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത്. ഓക്കെ, ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in 1851 who among the following described the kingdom of Awadh as a cherry that will drop into our mouth one day. ഓക്കെ, സോ ആരാണ് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെന്നാണ് ചോദ്യം. എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്രിട്ടീഷുകാരായിരിക്കും. ഓക്കെ, സോ ബ്രിട്ടീഷുകാരെ വായിക്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു സമയ കാലഘട്ടത്തിൽ എന്താണ് ഉറപ്പായിട്ടും ചെല്ലുന്ന ഒരു ചെറി ആയിരിക്കും എന്ത്, ആവധ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പറഞ്ഞായിരുന്നു വെച്ചാൽ ലോർഡ് ഡൽഹൌസിയാണ്. ഓക്കെ, ലോർഡ് ഡൽഹൌസിയാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ട മിക്ക റിസോഴ്സും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ആവധ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവധ്, അതുപോലെ തന്നെ മോഡേൺ ഡേ ഉത്തർപ്രദേശിൻ്റെ ഈസ്റ്റേൺ തിയേറ്റേഴ്സ് എല്ലാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിൽ ആവധിനെ അനക്സ് ചെയ്യണമെന്നൊരു വാശി ഇവർക്കുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് ഇവരെങ്ങനെയാണ് ആവധിനെ അനക്സ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെ തന്നെ നമുക്കൊരു വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയാൻ പറ്റും. അതായത് നഴ്സറി ഓഫ് ബംഗാൾ ആർമി. ഓക്കെ, നഴ്സറി ഓഫ് ബംഗാൾ ആർമി. ഓക്കെ, ബംഗാൾ ആർമി എന്ന് ഉദ്ദേശിക്കുന്നത് ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർമിയാണ്. ഓക്കെ, ബംഗാളിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർമി. ഓക്കെ, നഴ്സറി ഓഫ് ബംഗാൾ ആർമി എന്നറിയപ്പെടുന്നതും ആവധാണ്. ഓക്കെ, ആവധാണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം തന്നെയാണ്. നഴ്സറി ഓഫ് ബംഗാൾ ആർമി എന്നറിയപ്പെടുന്നത് ആവധാണ്. ഓക്കെ, അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ ഔദ് അല്ലെങ്കിൽ ആവധ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, സോൾജേഴ്സിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർമിക്ക് വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നഴ്സറി ഓഫ് ബംഗാൾ ആർമി എന്ന് പറയുന്നത്. ഇനി ലോർഡ് ഡൽഹൌസി. ഓക്കെ, ലോർഡ് ഡൽഹൌസിലോട്ട് പോകണമെങ്കിൽ നമുക്കറിയാം, മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നത് കേട്ടോ. ഇദ്ദേഹത്തെ വിളിക്കുന്നത് എന്താണ്, മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊക്കെയാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്.
കാരണം ഇന്ത്യയിൽ ഇദ്ദേഹം കൊണ്ടുവന്ന റിഫോംസ് എല്ലാം വളരെ മികച്ചതായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ ഇദ്ദേഹം കുറേ റിഫോംസ് കൊണ്ടുവരുന്നുണ്ട്. സോ അതുപോലെ തന്നെ ചില റിഫോംസ് എല്ലാം അത്ര ചിലത് ഇന്ത്യക്കാർക്ക് വളരെ ദ്രോഹം ചെയ്യുന്നതുമായിരുന്നു. സോ ഇതിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു റിഫോംസ് എന്ന് പറയുന്നത് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ് വുഡ്സ് ഡിസ്പാച്ച് വരുന്നത്. ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ് വുഡ്സ് ഡിസ്പാച്ച് വരുന്നത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവെന്നൊക്കെ പറയുന്ന വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഓക്കെ, അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഓക്കെ, അത് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. സോ അത് മാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ, ഓക്കെ, ഇന്ത്യയിലെ ഫസ്റ്റ് റെയിൽവേ ലൈൻ വരുന്നതും ആരുടെ കാലഘട്ടത്തിലാണ്? ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ വരുന്നതും ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ് വരുന്നത്. സോ ബോംബെ ടു താനെയാണ്. ഓക്കെ, ഫസ്റ്റ് റെയിൽവേ ലൈൻ എവിടെയെന്ന് വെച്ചാൽ ബോംബെ ടു താനെയാണ്. ബോംബെ ടു താനെ. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്തടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു വെച്ചേക്കുക, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഡൽഹൌസിയെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ലോർഡ് ഡൽഹൌസിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ ടു താനെ കൊണ്ടുവരുന്നത് ഡൽഹൌസിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട വഴിത്തിരിവ്, ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന വുഡ്സ് ഡിസ്പാച്ച് വരുന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുള്ളത്. നമുക്കടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. So, in which of the following year was the Bengal State Prisoners Regulation or Bengal Regulation 3rd passed എന്ന ചോദ്യം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ബംഗാൾ സ്റ്റേറ്റ് പ്രിസണേഴ്സ് റെഗുലേഷൻ ആക്ട് വന്ന വർഷം എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 1818 ആണ്. ഓക്കെ, 1818 ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. 1818 ഈ ഒരു സംഭവം വരുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എന്തുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടതാണ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെ കുറിച്ച് കേട്ട് കാണും. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള ആർട്ടിക്കിൾ 22 പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ വന്നെന്ന് വെച്ചാൽ, സോ 1818 ബംഗാൾ റീജിയനിൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു വ്യക്തിയെ അയാളുടെ ക്രിമിനൽ ആക്ടിവിറ്റി സസ്പീഷൻ ഉണ്ടെന്ന് കണ്ടാൽ, ഓക്കെ, ഒരു ട്രയലോ എവിഡൻസോ ഒന്നും കൂടാതെ എന്ത് ചെയ്യാം, അയാളെ ഡീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1818 വരുന്ന ഈ ഒരു ആക്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി വാർസ് വെയർ ഫോട്ട് ബൈ ദ ബ്രിട്ടീഷ് വിത്തിൻ മൈസൂർ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ആംഗ്ലോ മൈസൂർ വാറിനെ കുറിച്ചാണ്. എത്ര ആംഗ്ലോ മൈസൂർ വാർ ഫൗട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആംഗ്ലോ മൈസൂർ ഉണ്ടായിട്ടുണ്ടെന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഓക്കെ, 4 എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. സോ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ. ഓക്കെ, ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്ന വർഷം 1767 തൊട്ട് 1769 ആണ്. ഓക്കെ, 1767 തൊട്ട് 1769 വരെയാണ് ഫസ്റ്റ് വാർ നടക്കുന്നത്. സോ ഇത് മൈസൂറിന് വേണ്ടി ഫൗട്ട് ചെയ്യുന്നത് ഹൈദരാലിയാണ്. ഓക്കെ, ഹൈദരാലിയാണ് ഇത് ഫൗട്ട് ചെയ്യുന്നത് കേട്ടോ. സോ ഇത് അവസാനിക്കാൻ കാരണം എന്ന് പറയുമ്പം ട്രീറ്റി ഓഫ് മദ്രാസ് ആണ്. ഓക്കെ, ട്രീറ്റി ഓഫ് മദ്രാസ് ആണ് ഇത് എൻഡ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വാർ നമുക്ക് നോക്കാം. സെക്കൻഡ് വാർ നടക്കുന്നത് 1780 തൊട്ട് 84 വരെയാണ്. ഓക്കെ, 1780 തൊട്ട് 84 വരെയാണ് സെക്കൻഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത്. സോ ഈ വാർ ഇനിഷ്യലി ഫൗട്ട് ചെയ്യുന്നത് ഹൈദരാലി ആണെങ്കിലും പക്ഷെ പിന്നീട് ഇതേയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താനാണ് ഫൗട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് എൻഡ് ചെയ്യാൻ കാരണമായ ട്രീറ്റി ചോദിച്ചാൽ ട്രീറ്റി ഓഫ് ബാംഗ്ലൂർ. ഓക്കെ, സോ ഇനി അടുത്തത് തേർഡ് മൈസൂർ വാർ. ഓക്കെ, തേർഡ് ആംഗ്ലോ മൈസൂർ വാർ ആണ് പറയുന്നത്. തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്ന വർഷം 1790 തൊട്ട് 92 വരെയാണ്. ഓക്കെ, 1790 to 92 വരെയാണ് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത്. സോ ഈ ഒരു വാർ ഫൗട്ട് ചെയ്യുന്നത് ടിപ്പു സുൽത്താൻ തന്നെയാണ് മൈസൂറിന് വേണ്ടി ഫൗട്ട് ചെയ്യുന്നത്. സോ അവസാനിക്കാൻ കാരണമാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ഓക്കെ, സോ അല്ലെങ്കിൽ ചിലപ്പം എക്സാമിന് സെരിംഗപട്ടണം എന്ന് ചോദിക്കാം. സെരിംഗപട്ടണം അങ്ങനെ പറഞ്ഞാലും ശരിയാണ് കേട്ടോ. അപ്പോൾ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വരുന്നത് തേർഡ് ആംഗ്ലോ മൈസൂർ വാറിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ പിന്നെ ഉള്ളത് ഫൈനൽ
ഫോർത്ത് വാർ നടക്കുന്നത് 1799 ഫോർത്ത് വാർ നടക്കുന്നത്. സോ ഈ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നുണ്ട്. ഓക്കെ, ടിപ്പു ഡൈഡ്. ഓക്കെ, ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല എന്ത് പറ്റുന്നുണ്ട്? മൈസൂരു ബ്രിട്ടീഷുകാരുടെ സബ്സിഡറി അലയൻസിൻ്റെ കീഴിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബ്രിട്ടീഷുകാരും മൈസൂരും തമ്മിൽ 4 യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. ആദ്യത്തേത് 1767 തൊട്ട് 1769 വരെ, അവസാനിക്കാൻ കാരണം ട്രീറ്റി ഓഫ് മദ്രാസ് ആണ്. സെക്കൻഡ് വാർ നടക്കുന്നത് 1780 മുതൽ 84 വരെയാണ്. അത് അവസാനിക്കാൻ കാരണം എന്താണ്? ട്രീറ്റി ഓഫ് മാംഗ്ലൂർ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ തേർഡ് വാർ നടക്കുന്നത് 1790 തൊട്ട് 92 വരെയാണ്. അവസാനിക്കുക കാരണം ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അല്ലെങ്കിൽ സെരിംഗപട്ടണം എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഫോർത്ത് വാർ നടക്കുന്നത് 1799 അതിലെന്ത് ചെയ്യുന്നു? ടിപ്പു സുൽത്താൻ മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മൈസൂരു സബ്സിഡറി അലയൻസിൻ്റെ കീഴിലോട്ട് പോകുന്നുണ്ട്. അതുമാത്രമല്ല വോഡയർ ഡൈനാസ്റ്റിയുടെ റീസ്റ്റോർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ടത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സബ്സിഡറി അലയൻസ് വാസ് ഡിവൈസ്ഡ് ബൈ ഡാഷ് ഇൻ 1798. ഓക്കെ, ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് 1798 അല്ലെങ്കിൽ 1798 സബ്സിഡറി അലയൻസ് കൊണ്ടുവന്ന ആരെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലോർഡ് വെല്ലസ്ലിയാണ്. ഓക്കെ, ലോർഡ് വെല്ലസ്ലിയാണ് എന്ത് ചെയ്യുന്നത്? സബ്സിഡറി അലയൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്താണ് ഇതെന്ന് അറിഞ്ഞിരിക്കണം. സോ പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നതിന് മുമ്പേ ഇന്ത്യക്കകത്തുള്ള ഫ്രഞ്ച് ഗവർണറായിട്ടുള്ള ഡുപ്ലക്സിൻ്റെ അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരും തമ്മിലൊരു കരാറാണ്. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കരാറിൽ ഒപ്പിടുന്ന നാട്ടുരാജാക്കന്മാർ അവരുടെ മിലിറ്ററിയെ ഡിസ്ബാൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡിസ്ബാൻഡ് ചെയ്ത് മാറ്റേണ്ടി വരും. അതിനുശേഷം അവർ ആരെ പ്രൊട്ടക്ഷൻ സ്വീകരിക്കേണ്ടി വരും? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർമിയുടെ പ്രൊട്ടക്ഷൻ സ്വീകരിക്കേണ്ടി വരും. ഓക്കെ, സോ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നാട്ടുരാജാവിന് അദ്ദേഹത്തിൻ്റെ സൈന്യം ഉണ്ടായിരിക്കും. അതിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ബാൻഡ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ അതിന് പകരമായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർമിയെ എന്ത് ചെയ്യും? അവരെ പ്രൊട്ടക്ഷന് വേണ്ടി നിയോഗിക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫുൾ മെയിൻ്റനൻസ് ചെലവും നോക്കേണ്ടത് ആരായിരിക്കും? ഈ പറഞ്ഞ രാജാവ് തന്നെയായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഈ രാജാവ് അത് എന്താണ് ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാൻഡ് നഷ്ടപ്പെടും. ആ രാജ്യം പയ്യെ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ പോകും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൺസോൾട്ടേഷൻ മെത്തേഡാണ്. ഓക്കെ, സോ ഒരു കുറച്ചുകൂടെ ഫോഴ്സ്ഫുള്ളി അല്ലാതെ എന്താണ് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്? ഒരു കൺസോൾട്ടേഷൻ മെത്തേഡാണ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവരുന്നത് ലോർഡ് വെല്ലസ്ലിയാണ്. 1798 കൊണ്ടുവരുന്നത് കേട്ടോ. 1798 ലോർഡ് വെല്ലസ്ലിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ സബ്സിഡറി അലയൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 5 ക്വസ്റ്റ്യനും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു 5 ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്